ഹൈ വോൾട്ടേജ് രാഷ്ട്രീയ പ്രചാരണമാണ് ഇവിടെ നടന്നത്. കാരണം രാഷ്ട്രീയ കേരളം മുഴുവൻ ഈ പാലക്കാടേക്ക് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ വിവാദങ്ങളിലായിരുന്നു കഴിഞ്ഞ 30 ദിവസം. സിറ്റിംഗ് സീറ്റിൽ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ വെറും ഒരു ജയം മാത്രം പോരാ UDF-ന്. യഥാർത്ഥത്തിൽ ജയം അവകാശപ്പെടണമെങ്കിൽ ഭൂരിപക്ഷം കനത്തിലുള്ളതാകണം. പല ഘട്ടത്തിലായി വിവാദങ്ങൾ വലച്ച UDF ഇന്ന് കൊട്ടിക്കലാശ ദിനത്തോടടുത്തപ്പോൾ അവകാശപ്പെട്ടത് വലിയ വിജയം നേടുമെന്ന്. ഇന്നത്തെ കൊട്ടിക്കലാശത്തിലെ സ്ഥാനാർത്ഥിയുടെയും ഒപ്പം നിന്ന നേതാക്കളുടെയും ഒക്കെ കോൺഫിഡൻസും ആ തരത്തിൽ തന്നെയായിരുന്നു. പരമാവധി ആളെ എത്തിച്ച് കൊട്ടിക്കലാശം കളറാക്കി UDF. പക്ഷേ എത്ര വോട്ടുകൾ പെട്ടിയിൽ വീഴുമെന്ന് വോട്ടെണ്ണുമ്പോൾ, അതായത് 23-ന് അറിയാം. അക്ഷരാർത്ഥത്തിൽ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശത്തെ മുഴുവൻ ചുവന്ന കടലാക്കിക്കൊണ്ടാണ് LDF-ൻ്റെ ഇന്നത്തെ കൊട്ടിക്കലാശം നടന്നത്. ഏകദേശം 1 കിലോമീറ്ററിലധികം വരുന്ന നീളമുള്ള വലിയ ജനസഞ്ചയം ഇവിടേക്ക് ഒഴുകിയെത്തി. അതിലേക്കാണ് നമ്മൾ സരിൻ വരുന്നത് കണ്ടത്. സരിനെ വളരെ ആവേശത്തോടു കൂടി LDF പ്രവർത്തകർ സ്വാഗതം ചെയ്തു. സരിൻ്റെ ഒരു ഗംഭീര പ്രസംഗവും ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് മുന്നിലുണ്ടായി. അതിനുശേഷം ഹൈഡ്രോളിക് ക്രെയിനിലൂടെ വളരെ ഉയർന്ന് ആകാശത്തേക്ക് ഉയർന്ന് പറന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഒരു അക്ഷരാർത്ഥത്തിൽ ഈ സമീപകാലത്തൊന്നും ഇടതുപക്ഷം പാലക്കാട് ഇത്ര വലിയൊരു ശക്തി പ്രകടനം നടത്തിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ബാൻഡ് സെറ്റിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ മഹാ റാലി. ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ CPM ക്യാമ്പും LDF ക്യാമ്പും അതീവ ശക്തമായ പ്രചരണം നടത്തി. ഇന്ന് കൊട്ടിക്കലാശത്തിലും അത് കണ്ടു. ഏതായാലും ശക്തമായ വലിയ ശക്തിയോടുകൂടി ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കൊട്ടിക്കലാശത്തിനാണ് LDF ക്യാമ്പിന് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ പാലക്കാട് തിരിച്ചു പിടിക്കാനുള്ള അതിതീവ്ര പരിശ്രമത്തിലായിരുന്നു BJP തുടക്കം മുതൽ തന്നെ. അതുകൊണ്ട് തന്നെ അടിത്തറയിൽ നിന്നുള്ള പ്രവർത്തനമാണ് BJP കാഴ്ചവെച്ചത് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ഇന്ന് കലാശക്കൊട്ടിൻ്റെ ദിവസവും സ്ഥാനാർത്ഥിയുടെ ഒരു പര്യടനം നോക്കിക്കഴിഞ്ഞാൽ മേലാമുറിയിൽ നിന്നും റോഡ് ഷോയായി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കലാശക്കൊട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനാർത്ഥിയും നേതാക്കളും ഒക്കെ തന്നെ എത്തിയത്. ഏതാണ്ട് 1.5-2 മണിക്കൂറോളം നീണ്ട ഒരു യാത്രയായിരുന്നു അത്. കാരണം അത്രയധികം ആളുകൾ ആ വാഹനത്തിന് പ്രചാരണത്തിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് കടന്നു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കൊക്കെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസർ അടക്കമുള്ള നേതാക്കളും എത്തുമ്പോഴേക്കും വലിയൊരു ജനബാഹുല്യം, ആൾക്കടൽ എന്ന് പറയാൻ തരത്തിലേക്ക് BJP പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. അതിനിടയിലേക്കാണ് സ്ഥാനാർത്ഥി എത്തിയത്. മറ്റ് 2 സ്ഥാനാർത്ഥികളും കുറച്ചുകൂടി താരതമ്യേന ചെറുപ്പക്കാരാണെങ്കിൽ ആ യുവത്വ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ട്രെയിനിലൊക്കെ കയറി വളരെയധികം എനർജറ്റിക്കായി ഒരു കലാശക്കൊട്ടിലേക്ക് BJP പ്രവർത്തകരും ആ സ്ഥാനാർത്ഥിയും നേതാക്കളുമൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു യഥാർത്ഥത്തിൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. 2011 ഇവിടെ BJP മത്സരിക്കുമ്പോൾ വെറും 19% വോട്ട് ഷെയറെങ്കിൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 40%-ത്തിലേക്ക് 2ാം സ്ഥാനത്തിലേക്ക് എത്തുന്നു. അതിശക്തമായൊരു മത്സരം കഴിഞ്ഞ തവണ കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ A ക്ലാസ് മണ്ഡലം വളരെയധികം ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്.